നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് അനാലിസിസ്, ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സിലെ പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. ആദ്യം നോക്കാൻ പോകുന്നത് എന്താണ് പ്ലാസ്റ്റിക് ഹിഞ്ച് എന്നുള്ളതാണ്. എന്താണ് പ്ലാസ്റ്റിക് ഹിഞ്ച്? ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ഈൽഡഡ് ആയാൽ ആ സെക്ഷനെ നമുക്ക് ഫുള്ളി പ്ലാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ ഫുള്ളി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഒരു ഹിഞ്ചായിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ ബിഹേവ് ചെയ്യും. അതിനെ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയാം. ഇതെൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഇത് കോൺസ്റ്റന്റ് പ്ലാസ്റ്റിക് മൊമെന്റ് MP. ഇത് നമുക്ക് ആവശ്യമുണ്ട്, MP. നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവുന്ന ലൊക്കേഷൻസ് അല്ലെങ്കിൽ പോയിന്റുകൾ, അതാണ് നമുക്ക് ആവശ്യം, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലൊക്കേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടുകളിലാണ്. ഇവിടെ ഫിക്സഡ് സപ്പോർട്ടുകളിൽ. 2 അണ്ടർ പോയിന്റ് ലോഡിന്റെ അവിടെ അടിയിൽ. പിന്നെ സെക്ഷൻ ചേഞ്ച് വരുന്ന, ക്രോസ് സെക്ഷൻ ചേഞ്ച് വരുന്ന പൊസിഷനിൽ. പിന്നെ യൂഡിയയിലുള്ള ബീമോ അല്ലോ ആണെന്നുണ്ടെങ്കിൽ അവിടെ സീറോ ഷിയറിന്റെ ലൊക്കേഷനിൽ എന്ത് വരും? സീറോ ഷിയർ ലൊക്കേഷനിൽ പ്ലാസ്റ്റിക് ഹിഞ്ച് വരും. ഈ 4 ലൊക്കേഷൻസ്, ഫിക്സഡ് സപ്പോർട്ട്, അണ്ടർ പോയിന്റ് ലോഡ്, ക്രോസ് സെക്ഷൻ ചേഞ്ച് വരുന്ന ലൊക്കേഷൻ, പിന്നെ യൂഡിയലില് സീറോ ഷിയർ വരുന്ന ലൊക്കേഷൻ, ഈ 4 ലൊക്കേഷൻസിലാണ് നമുക്ക് വരിക പ്ലാസ്റ്റിക് ഹിഞ്ച് വരിക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അനാലിസിസിന്റെ 2 മെത്തേഡുകളാണ്. ഒന്ന് നമ്മുടെ സ്റ്റാറ്റിക് മെത്തേഡ്, 2 കൈനമാറ്റിക് മെത്തേഡ്. കൈനമാറ്റിക് മെത്തേഡ് നമ്മുടെ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് പെർഫോംഡ് ബൈ ദ എക്സ്റ്റേണൽ ലോഡ്. എക്സ്റ്റേണൽ ലോഡ് ചെയ്യുന്ന വർക്കിനെ എന്ത് ചെയ്യും? ഇന്റേണൽ വർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അനാലിസിസ് നടത്തും. എന്താണ് വർക്ക് പെർഫോംഡ് ബൈ എക്സ്റ്റേണൽ ലോഡ്? എക്സ്റ്റേണൽ ലോഡ് പെർഫോം ചെയ്യുന്ന വർക്കിനെ ഇന്റേണൽ വർക്കുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എന്ത് നടത്തും? പ്ലാസ്റ്റിക് അനാലിസിസ് നടത്തും. അപ്പോൾ ഇന്റേണൽ വർക്ക് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക്. ഇനി എന്താണ് കൊളാപ്സ് ലോഡ്? ദ മിനിമം ലോഡ് അറ്റ് വിച്ച് കൊളാപ്സ് ഒക്കർ. കൊളാപ്സ് ഒക്കർ ചെയ്യുന്ന മിനിമം ലോഡിനെയാണ് എന്ത് പറയുന്നത്? കൊളാപ്സ് ലോഡ് എന്ന്. കൊളാപ്സ് സംഭവിക്കുന്ന മിനിമം ലോഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കൊളാപ്സ് ലോഡ്. കുറച്ച് ബീമുകളിൽ കൊളാപ്സ് ലോഡിന്റെ ഡിറ്റർമിനേഷൻ നോക്കാൻ പോകുന്നു. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് W at സെന്റർ. പോയിന്റ് ലോഡ് W at സെന്റർ അല്ലെങ്കിൽ മിഡ് സ്പാനിലാണ് പോയിന്റ് ലോഡ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഡിഫ്ലക്ഷൻ കർവ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് ലോഡിന്റെ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. അതിന് ഡെൽറ്റ വെച്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും. ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ, ഇത് ലെങ്ത് എന്താണ്? ഈ ലെങ്തും ഈ ലെങ്ത് സെയിം ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ രണ്ടും സെയിം ആയിരിക്കും. തീറ്റ തീറ്റ. ഇത് തീറ്റ ആയതുകൊണ്ട് ഇത് തീറ്റയാണ്. ഈ ആംഗിൾ തീറ്റയാണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇത് തീറ്റ ആയതുകൊണ്ട് ഇവിടെയും ആംഗിൾ തീറ്റ ആയിരിക്കും. ഇനി പ്രോബ്ലം കിട്ടി നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് പ്ലാസ്റ്റിക് ഹിഞ്ചിന്റെ ലൊക്കേഷൻ ആണ്. ഇത് ഫിക്സഡ് സപ്പോർട്ട് അല്ല, സോ ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഇല്ല. ഇത് റോളർ സപ്പോർട്ടാണ്, സോ അവിടെ എന്തില്ല? പ്ലാസ്റ്റിക് ഹിഞ്ച് ഇല്ല. ഇതൊരു പോയിന്റ് ലോഡാണ്, അപ്പൊ അവിടെ എന്തുണ്ടാവും? പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവും. ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്. സോ കൈനമാറ്റിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇന്റേണൽ വർക്ക്, പ്ലാസ്റ്റിക് മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ, പ്ലാസ്റ്റിക് മൊമെന്റ് MP വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ MP ഇൻറ്റു തീറ്റ, ഇവിടുത്തെ MP ഇൻറ്റു തീറ്റ, അതിന്റെ സമ്മേഷനാണ് വേണ്ടത്. അപ്പൊ MP ഇൻറ്റു തീറ്റ പ്ലസ് MP തീറ്റ, MP തീറ്റ പ്ലസ് MP തീറ്റ, which is 2MP തീറ്റ. എക്സ്റ്റേണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് എന്താണ്? W, ഡിഫ്ലക്ഷൻ ഡെൽറ്റ, W ഇൻറ്റു ഡെൽറ്റ. ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കിയേ. ഈ ഒരു ട്രയാങ്കിളിൽ ഇത് ഡെൽറ്റയാണ്, ഇത് തീറ്റ, ഇത് L/2. സോ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്, അപ്പൊ ഡെൽറ്റ ബൈ L/2. അപ്പോൾ തീറ്റ സ്മോൾ ആണെങ്കിൽ ടാൻ തീറ്റ ബിക്കംസ് തീറ്റ. സോ അതിൽ നിന്ന് ഡെൽറ്റ കണ്ടെത്തി L/2 തീറ്റ എന്ന് കിട്ടി.
അപ്പോൾ ഇവിടെ ഡെൽറ്റയ്ക്ക് പകരം L/2 തീറ്റ എന്ന് കൊടുത്തു. ഇനി നമ്മുടെ വിർച്വൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇന്റേണൽ വർക്ക് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക്. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്, ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, തീറ്റ കട്ട് ചെയ്ത് കളഞ്ഞു, അതിൽ നമ്മൾ W കണ്ടെത്തി 4mp/L. W ഈസ് ഈക്വൽ ടു 4mp/L. ഇതാണ് നമ്മുടെ എന്ത് കൊളാപ്സ് ലോഡ്. ഇതാണ് നമ്മുടെ കൊളാപ്സ് ലോഡ്. ഓക്കെ, ഇനി നമുക്കൊരു ഫിക്സഡ് ബീം നോക്കാം. ഫിക്സഡ് ബീമിന്റെ മിഡ് സ്പാനിൽ ലോഡ് ഉണ്ട്. ഇതിന്റെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കർവ് ഇതാണ്. സെയിം ഡിഫ്ലക്ഷൻ ഉണ്ട്, ഫിഗർ സെയിം തന്നെയാണ്. അപ്പൊ നേരെ ഇതിന്റെ നമുക്ക് ലൊക്കേഷൻ നോക്കിയാലോ. പ്ലാസ്റ്റിക് ഹിഞ്ച് ഫിക്സഡ് എൻഡ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ട് പ്ലാസ്റ്റിക് ഹിഞ്ച്, ഇവിടെയും പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്, ഇവിടെയും പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ട്. സോ കൈനമാറ്റിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇന്റേണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റിന്റെ റൊട്ടേഷൻ. പ്ലാസ്റ്റിക് മൊമെന്റ് എവിടത്തേക്ക്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മൊമെന്റിന്റെ റൊട്ടേഷൻ എവിടൊക്കെ ലൊക്കേഷൻ വരും? ഈ ലൊക്കേഷനിൽ MP θ, ഈ ലൊക്കേഷനിൽ MP θ, ഇവിടെ ഒരു MP θ, ഇവിടെ ഒരു MP θ. അപ്പം ഇത്ര 4 MP θ വന്നു. 4 MP θ, 4 MP θ. ഇനി എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുമ്പോൾ ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് ഇതാണ്, ഡിഫ്ലക്ഷൻ ഡെൽറ്റ. അപ്പോൾ W ഇൻറ്റു ഡെൽറ്റ. നേരത്തെ സെയിം ഈ ട്രയാങ്കിൾ എടുത്ത് ഡെൽറ്റ തീറ്റ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടാൻ തീറ്റ എടുത്തു, അതിൽ നിന്ന് ഡെൽറ്റ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ L/2 എന്ന് കിട്ടും. വിർച്വൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് WI ഈസ് ഈക്വൽ ടു WE. 4mp θ ഈസ് ഈക്വൽ ടു 4 into L/2 തീറ്റ. അതിൽ നിന്ന് W ഇക്വേറ്റ് ചെയ്തു, കണ്ടെത്തി, എന്ത് കിട്ടി? 8mp/L എന്ന് കിട്ടി. 8mp/L എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ കൊളാപ്സ് ലോഡ്. ഇനി നമ്മളൊരു ഫിക്സഡ് ബീമിന്റെ ഒരു ജനറൽ കണ്ടീഷൻ പോയി നോക്കാം. ലോഡ് സെന്റർ അല്ല എന്ന് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് A, ഈ ഡിസ്റ്റൻസ് B. ഡിഫ്ലക്ഷൻ കർവ് വരച്ചു, ഡിഫോർമേഷൻ കർവ് വരച്ചു, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കർവ് വരച്ചു, ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഓക്കെ, ഇവിടെ ലെങ്ത് എന്താണ്? സ്പാൻ അൺഈക്വൽ ആയി. ഇത് A, ഇത് B. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുന്ന റൊട്ടേഷൻ. സോ ഈ സൈഡിൽ ഉണ്ടാവുന്ന റൊട്ടേഷനെ തീറ്റ എന്നും ഇവിടുത്തെ θ1 എന്നും എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. സോ ഇവിടുത്തെ തീറ്റ ആയതുകൊണ്ട് ഇത് തീറ്റയായി, ഇത് θ1 ആയതുകൊണ്ട് ഇതും θ1 ആയി. ഡയറക്റ്റ് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻ എഴുതുകയാണ്. ഇന്റേണൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്ലാസ്റ്റിക് മൊമെന്റ് റൊട്ടേഷൻ. അപ്പോൾ ഏതൊക്കെ ലൊക്കേഷനിൽ പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ട്? ഇവിടെ ഹിഞ്ച് ഉണ്ട്, ഇവിടെയും ഹിഞ്ച് ഉണ്ട്, ഇവിടെയും ഹിഞ്ച് ഉണ്ട്. സോ നമ്മൾ പ്ലാസ്റ്റിക് മൊമെന്റ് റൊട്ടേഷൻ എടുത്ത് പറയാം. MP θ, MP θ, MP θ1, MP θ1. സോ 2mp θയും 2mp θ1ഉം. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ θ1നെയും എന്തിലേക്ക് എഴുതുന്നു? ഇൻ ടേംസ് ഓഫ് തീറ്റയിലേക്ക് മാറ്റുകയാണ്. ഏതെങ്കിലും ഒരു ടേമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ സെയിം ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക, ടാൻ θ1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? Δ/B എന്ന് വരും. θ1 സ്മോൾ ആണെങ്കിൽ അതിന് ഡെൽറ്റ എന്ത് എഴുതി? B Δ1 എന്ന് എഴുതി, B θ1 എന്ന് എഴുതി. അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൽ തീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Δ/A ടാൻ തീറ്റ. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു A θ. ഇനി ഡെൽറ്റ രണ്ടും ഈക്വൽ ആണ്. സോ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യും. A θ ഈക്വൽ ടു B θ1. അതിൽ നിന്ന് θ1 ഈസ് ഈക്വൽ ടു A/B θ. θ1 ഈസ് ഈക്വൽ ടു A/B θ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, A/B θ. ഇതിൽ 2mp θ ഈസ് കോമൺ. അപ്പം 2mp θ കോമൺ എടുത്തു. അപ്പൊ എന്തോന്നു? A/B + 1 എന്നായി. അപ്പോൾ ഇന്റേണൽ വർക്ക് ഡൺ കിട്ടി. ഇനി എക്സ്റ്റേണൽ വർക്ക് ഡൺ ഈസ് ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് എന്താണ്? W ഇൻറ്റു ഡെൽറ്റ. W ഇൻറ്റു ഡെൽറ്റ. നമ്മളിവിടെ ഇൻ ടേംസ് ഓഫ് തീറ്റ എഴുതിയതുകൊണ്ട് ഡെൽറ്റ നമ്മൾ എന്തിന്റെ ടേംസിൽ എഴുതാൻ പോകുന്നതാണ്? ഇൻ ടേംസ് ഓഫ് തീറ്റ. അപ്പൊ ഡെൽറ്റ എന്താ? A θ എഴുതാം. W ഇൻറ്റു A θ, W ഇൻറ്റു A θ. ഇനി നമ്മുടെ വിർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇന്റേണൽ വർക്ക് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക്. സോ ഇതിനെയും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്തു, തീറ്റ വെട്ടിക്കളഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റെഡിയാക്കി എടുത്തപ്പോൾ എന്ത് കിട്ടി? W ഈക്വൽ ടു എന്ത് കിട്ടി? 2mp ഇൻറ്റു L/B ഹോൾ ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത്? ഇന്റേണൽ വർക്ക്. കൊളാപ്സ് ലോഡ്. ഇതാണ് നമ്മുടെ എന്ത്? കൊളാപ്സ് ലോഡ്. ഇതാണ് നമ്മുടെ കൊളാപ്സ് ലോഡ്. ഇനി ഒരു പ്രോബ്ലം നോക്കാൻ പോണത്, ഫൈൻഡ് ഔട്ട് ദ കൊളാപ്സ് ലോഡ് ഫോർ എ പ്രോപ്ഡ് കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു UDL സ്മോൾ W പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇത് പ്രോപ്ഡ് കാൻഡിലിവർ ആണ്, UDL ഉണ്ട്, W പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇപ്പം L ലെങ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡിഫോർമേഷൻ കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്ലാസ്റ്റിക് ഹിഞ്ച്, ഈ ലോഡ് കൊണ്ടുണ്ടാവുന്ന പ്ലാസ്റ്റിക് ഹിഞ്ച് സെന്ററിലായിരിക്കില്ല. അത് സെന്ററിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ പ്രോപ്പിന്റെ അടുത്തേക്കായിരിക്കും പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ ലൊക്കേഷൻ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സോ പ്ലാസ്റ്റിക് ഹിഞ്ചിൽ ലൊക്കേഷൻ ഫ്രം പ്രോപ്പ് ഞാൻ ഡിസ്റ്റൻസ് എക്സ് ആക്കി റെപ്രസെന്റ് ചെയ്തു. സോ ഇത് L-X ആവും. ഇത് സെന്ററിൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ റൊട്ടേഷൻ ഇവിടുത്തത് തീറ്റയുടെ എടുത്തു, ഇവിടുത്തത് θ1 ആക്കി എടുത്തു. സോ ഇവിടെ θ + θ1. Plastic hinge do not form at the center, but lies off the center towards the prop end. So അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിലെ ഡെൽറ്റ കിട്ടിയപ്പോൾ എന്താണ് L-X × θ എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ഫിഗർ എടുക്കുമ്പോൾ അതിനെ എന്ത് കിട്ടി, xθ1 എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ കിട്ടി. ഇനി നമ്മൾ θ1 ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ എഴുതി L-X/X എന്ന് എഴുതി. ഓക്കെ, ഇനി എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ്. ലോഡ് എന്താണ്? ലോഡ് കിലോമീറ്ററിലായിരിക്കണം. സോ സ്മോൾ w ഇൻറ്റു ക്യാപിറ്റൽ L. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ. ഡെൽറ്റ എന്താണ്? L-X/2 ഇൻറ്റു തീറ്റ. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ടാണ് L-X/2 ഇൻറ്റു തീറ്റ വന്നത്. ഓക്കെ, ഇനി ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൊമെന്റിന്റെ റൊട്ടേഷൻ. അപ്പോൾ ഏതൊക്കെ പോയിന്റ്സിൽ പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ടാവും, പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവും? ഇവിടെ ഉണ്ട്, ഈ ഒരു പോയിന്റിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാവോ? ഫിക്സഡ് അല്ലാത്തതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ ഉണ്ടാവില്ല. അപ്പോൾ MP θ, പിന്നെ ഇത് MP θ + θ1. സോ നമ്മൾ θ1ന്റെയും എന്തിലെഴുതി? ഇൻ ടേംസ് ഓഫ് തീറ്റയിൽ എഴുതി L-X/X × തീറ്റ. അപ്പോ MP θ കോമൺ എടുത്തു. LCM എടുക്കുമ്പോൾ MP θ × L+X/X എന്ന് കിട്ടും. ഓക്കെ, MP θ × L+X/X എന്ന് കിട്ടും. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് വെച്ചിട്ട് ഇന്റേണൽ വർക്ക് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക് എന്ന് എഴുതി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് MP-ക്ക് ഒരു ഇക്വേഷൻ കിട്ടി, NP-ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് കണ്ടെത്തണം. എന്നാലേ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ? കൊളാപ്സ് ലോഡ് കണ്ടെത്താൻ പറ്റുള്ളൂ. സോ എക്സ് കണ്ടെത്താനായിട്ട് മാക്സിമം വാല്യൂ ഓഫ് MP, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ MP-യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് എക്സ് കണ്ടെത്തുക. MP-യുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് എക്സ് കണ്ടെത്തിയപ്പോൾ ഞാൻ കാൽക്കുലേഷൻ കാണിച്ചിട്ടില്ല, അത് ചെയ്തു നോക്കുക. 0.414 L എന്ന് കിട്ടും. ഈ എക്സിന്റെ വാല്യൂ തിരിച്ചവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MP-യുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സ്മോൾ w വാല്യൂ എന്ത് കിട്ടും? 11.656 MP/L² എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്? ക്യാപിറ്റൽ W ആണ്. ക്യാപിറ്റൽ W = സ്മോൾ w × L. സോ ക്യാപിറ്റൽ W എന്ത് കിട്ടി? 11.656 MP/L. ഇതാണ് നമ്മുടെ എന്ത്? കൊളാപ്സ് ലോഡ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പോർട്ടൽ ഫ്രെയിമിന്റെ കൊളാപ്സ് ലോഡ് കണ്ടെത്താൻ പോവാണ്. പോർട്ടൽ ഫ്രെയിമിൽ ഫൈൻഡ് ദ കൊളാപ്സ് ലോഡ് ഫോർ എ പോർട്ടൽ ഫ്രെയിം. The beam are of same cross section. അപ്പോൾ ഫിഗർ ഇതാണ്. ഒരു ബീം പോർട്ടൽ ഫ്രെയിം ABCDE. സി എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 2W. അത് സെൻട്രലാണ്, ഈ ഒരു ബീമിന്റെ സെൻട്രലാണ്. 1.5 മീറ്റർ. സോ ഇവിടെ ഈ ബീമിൻ്റെത് അല്ലെങ്കിൽ ഈ കോളം, ഈ AB എന്ന പോർഷൻ്റെത് പ്ലാസ്റ്റിക് മൊമെന്റ് MP എടുത്തിട്ടുണ്ട്. ഇവിടുത്തത് 2 MP തന്നിട്ടുണ്ട്, ഇവിടെ MP തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 3 മീറ്റർ തന്നിട്ടുണ്ട്. ഇത് 1.15 1.5 അപ്പം 3 മീറ്റേഴ്സ് ആണിത്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ്, ബീം ലെവലിൽ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ട് W. ഓക്കെ, നമുക്കിതെങ്ങനെ ചെയ്യണം നോക്കാം. അപ്പോൾ പോസിബിൾ ലൊക്കേഷൻ ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച് നോക്കിയേ, എവിടെയൊക്കെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ എന്താണ്? ഒരു ഫിക്സഡ് സപ്പോർട്ടാണ്. സോ ഇവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഉണ്ടാവും. പിന്നെ ഇതൊരു ബീമാണ്. ഇത് ഫിക്സഡ്, ഈ ഒരു ബീം ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബീമിന്റെ ഈ എൻഡുകൾ ഫിക്സഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ എന്ത്? B ഫിക്സഡ് ആണ്, D ഫിക്സഡ് ആണ്, E ഫിക്സഡ് ആണ്.
അത് കൂടാണ്ട് ഇത് പോയിന്റ് ലോഡല്ലേ, പദം ഫിക്സഡ് ആണ്. അപ്പൊ ഏതൊക്കെ ഫിക്സഡ്? എ, ബി, സി, ഡി, ഇ 4 ലൊക്കേഷൻ എന്താണ്? ഫിക്സഡ് ആണ്. സോ അത് ഹിഞ്ച് ആക്കി. 5 ഹിഞ്ച്, പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻസ്. അപ്പോൾ നമ്പർ ഓഫ് പ്ലോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഇനി ഈ ഒരു പോർട്ടൽ ഫ്രെയിമിന്റെ ഡിഗ്രി ഓഫ് റിഡൻഡൻസി, ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കുമ്പോൾ ഇത് സ്മോൾ ആർ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ ആർ മൈനസ് എൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര ഉണ്ടാവും? 6. ഹൊറിസോണ്ടൽ ഉണ്ടാവും, വെർട്ടിക്കൽ ഉണ്ടാവും, മൊമെന്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, മൊമെന്റ്. പ്രധാനമായി 6 സപ്പോർട്ട് റിയാക്ഷൻസ് ആയി. ഇനി നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എത്രയാണ്? 3. സോ 3, 6 മൈനസ് 3 എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് പോസിബിൾ മെക്കാനിസംസ് 2 ആണ്. അതിനെ n മൈനസ് 6 എന്ന് ചെയ്യാം. അപ്പോൾ 5 മൈനസ് 3 ബിക്കംസ് 2. അപ്പോൾ 2 പോസിബിൾ മെക്കാനിസംസ് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബീം മെക്കാനിസം ആണ്, 2 സ്വേ മെക്കാനിസം. ഇത് രണ്ടിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് മെക്കാനിസം പറയാം. അപ്പോൾ നമ്മൾ ബീം മെക്കാനിസം വെച്ച് ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ബീം മെക്കാനിസം വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ബി ഡി ആണ് ഇവിടുത്തെ എന്ത്? ബീം. ബി ഡി ആണ് നമ്മുടെ ബീം. അപ്പോൾ ബി ഡി എന്ന ബീം എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഡിഫോർമേഷൻ കർവ് നോക്കിയേ. അത് നമ്മളൊരു സാധാരണ ഒരു ഫിക്സഡ് ബീം അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ അനലൈസ് ചെയ്യുക. ഒരു ഫിക്സഡ് ബീം അനലൈസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ വരച്ചു. ഇവിടെ തീറ്റ, ലോഡിങ് സെൻട്രലായതുകൊണ്ട് ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൊട്ടേഷൻ സെയിം ആയിരിക്കും. തീറ്റ ഇവിടുത്തെ ഡെൽറ്റ ഉണ്ടാവും. തീറ്റ പ്ലസ് തീറ്റ ആയിരിക്കും ഇവിടെ വരിക. സോ എക്സ്റ്റേണൽ വർക്ക് എന്താണ്? ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് എന്താണ്? 2WU ആണ്. 2WU. ഡിഫ്ലക്ഷൻ എന്താണ്? ഇവിടുത്തെ വരുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബീമിന്റെ ആ ഒരു പ്രോബ്ലം ഫിക്സഡ് ബീമിന്റെ പ്രോബ്ലം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബീം മെക്കാനിസം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇവിടെ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എന്ത് കിട്ടും? 1.5 തീറ്റ കിട്ടും. കാരണം എൽ തീറ്റ, ഈ ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1.5 ആണ്. സോ 1.5 തീറ്റ എന്ന് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3WU തീറ്റ എന്ന് കിട്ടി. അതുപോലെ ഇനി എന്താണ് ഇന്റേണൽ വർക്ക്? ഇന്റേണൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മൊമെന്റ് ഇൻറ്റു റൊട്ടേഷൻ. പ്ലാസ്റ്റിക് മൊമെന്റ് ഇവിടെ എവിടെയൊക്കെ പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ടാവും? ഞാൻ പറഞ്ഞു ബിയും ഡിയും എന്താണെന്ന് പറഞ്ഞു? ഫിക്സഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എവിടെയൊക്കെ പ്ലാസ്റ്റിക് മൊമെന്റ് ഉണ്ടാവും? ഇവിടെ, ഇവിടെ, ഇവിടെ. ഇവിടുത്തത് എം പി തീറ്റ, ഇവിടുത്തത് എം പി തീറ്റ, ഇവിടുത്തത് എം പി തീറ്റ പ്ലസ് തീറ്റ. പക്ഷെ ഇവിടുത്തത് ഈ മെമ്പറിന്റെ എം പി എത്ര തന്നിരിക്കണത്? 2 MB തന്നേക്കണത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? 2 MP തീറ്റ പ്ലസ് തീറ്റ വന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കോളത്തിന്റെ കണ്ടിന്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ എം പി തീറ്റ, ഇവിടെ എം പി തീറ്റ, ഈ ഒരു മെമ്പറിൽ 2 MB ആയതുകൊണ്ട് 2 MP തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് 6 MP തീറ്റ കിട്ടി. 6 MP തീറ്റ എന്ന് കിട്ടി. ഇനി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് അനുസരിച്ച് ഇന്റേണൽ വർക്ക് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് WU ഈസ് ഈക്വൽ ടു 2 MB എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത്? കൊളാപ്സ് ലോഡ്. ഇനി നമ്മൾ സ്വേ മെക്കാനിസം നോക്കുകയാണ്. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു സ്വേ ഉണ്ടാവും ഈ ഒരു ബീമിന് അല്ലെങ്കിൽ പോർട്ടൽ ഫ്രെയിമിന്. സോ ആ ഒരു റൊട്ടേഷൻ ഇവിടെ തീറ്റ ഉണ്ടാവും, ഇവിടെ ഒരു തീറ്റ റൊട്ടേഷൻ ഉണ്ടാവും, ഇവിടെ ഒരു തീറ്റ റൊട്ടേഷൻ ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? ഒരു തീറ്റ റൊട്ടേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച്, ഇപ്പം ബീം അല്ലെങ്കിൽ നമ്മൾ പോർട്ടൽ ഫ്രെയിം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പോർട്ടൽ ഫ്രെയിം ഇങ്ങനെ ഒരു ആണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ. ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇങ്ങടേക്ക് ചരിഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങടേക്ക് ചരിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു ചേഞ്ച് ആണ് എന്ത്? ചേഞ്ച് നമ്മളെന്ത്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ AB ആൻഡ് ED ആർ സെയിം ലെങ്ത്. സോ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും? സെയിം എമൗണ്ട് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. റൊട്ടേഷൻ എന്തായിരിക്കും?
സെയിം എമൗണ്ട് ആയിരിക്കും തീറ്റ. ഇവിടെയും പോസിബിൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻസ് എവിടെയാണ്? എ, ബി, ഡി, ഇ. നമ്മൾ സ്വേ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ലോഡിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. എക്സ്റ്റേണൽ ലോഡ് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. എക്സ്റ്റേണൽ വർക്ക് ഈസ് ഈക്വൽ ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് ഡബ്ല്യു ഇൻറ്റു ഡിഫ്ലക്ഷൻ ആണ് എൽ തീറ്റ. ഇവിടെ നമ്മൾ ഡെൽറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ എ ബിയുടെ ലെങ്ത് ഇൻറ്റു തീറ്റ എന്ന് കിട്ടും ഡിഫ്ലക്ഷൻ. എ ബിയുടെ ലെങ്ത് എത്രയാണ്? 3 meters. ഡബ്ല്യു ഈസ് ഇൻറ്റു 3 തീറ്റ. ഇനി ഇന്റേണൽ വർക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മൊമെന്റ് റൊട്ടേഷൻ. പ്ലാസ്റ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലൊക്കേഷനിൽ പ്ലാസ്റ്റിക് മൊമെന്റ് വരും? ഇവിടെ, 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 ഇവിടെ. എ, ബി, ഡി, ഇ. എം പി തീറ്റ, എം പി തീറ്റ, എം പി തീറ്റ, എം പി തീറ്റ. 4 MP തീറ്റ. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് വെച്ചിട്ട് ഇന്റേണൽ വർക്ക് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ വർക്ക്. ഇതും ഇക്വേറ്റ് ചെയ്യുക, ഡബ്ല്യു കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 4/3 MP എന്ന് കിട്ടും. ഇനി നമ്മളൊരു കമ്പൈൻഡ് മെക്കാനിസം പറഞ്ഞില്ല, അപ്പൊ കമ്പൈൻഡ് മെക്കാനിസം കൂടെ നോക്കാം. കമ്പൈൻഡ് മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? ബീം മെക്കാനിസം എടുക്കുക, സ്വേ മെക്കാനിസം എടുക്കുക. അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ സ്വേ മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ബീം മെക്കാനിസം പറഞ്ഞിട്ടുണ്ട്, സ്വേ മെക്കാനിസം പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ കമ്പൈൻഡ് മെക്കാനിസം പറയുമ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻസ് ഒന്ന് ചേഞ്ച് വരും. അവിടെ എ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷനാണ്, സി ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷനാണ്, ഡി ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷനാണ്, ഇ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷനാണ്. ഈ ഒരു കേസിൽ നമ്മുടെ ബി എന്തല്ല? പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻ അല്ല. ബി ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻ അല്ല. എ, സി, ഡി, ഇ ഈ 4 എന്ത്? നമ്മുടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ലൊക്കേഷൻസ് കമ്പൈൻഡ് മെക്കാനിസത്തിൽ. അപ്പോൾ എക്സ്റ്റേണൽ വർക്ക് ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. ലോഡ് 2W. ഇപ്പൊ സമ്മേഷൻ ആണ്. സോ ആദ്യം എന്താണ് പറയാ? ലോഡ് 2W ഇൻറ്റു ഡിഫ്ലക്ഷൻ ഡെൽറ്റയാണ്. നമുക്ക് എന്ത് കിട്ടി? 1.5 തീറ്റ എന്ന് കിട്ടി. പിന്നെ ഇവിടെ ഉള്ളത് WU ഇൻറ്റു 3 തീറ്റ. എവിടെ? 1, 2, 3. WU ഇൻറ്റു 3 തീറ്റ. അപ്പം 6W തീറ്റ എന്ന് കിട്ടി. ഇനി ഇന്റേണൽ വർക്ക് പ്ലാസ്റ്റിക് മൊമെന്റ് റൊട്ടേഷൻ. പ്ലാസ്റ്റിക് മൊമെന്റ് ഏതൊക്കെ ലൊക്കേഷൻസിലുണ്ട്? ഇവിടെ എം പി തീറ്റ, ഇവിടെ എം പി തീറ്റ, ഇവിടെ എം പി തീറ്റ, പിന്നെ വേറെ എവിടെയാ? ഇവിടെ. അവിടെ എന്ത് വരും? ഈ ബി ഡി എന്ന് പറയുന്ന ബീമില് MP 2 MP ഉണ്ട്. അപ്പൊ 2 MP തീറ്റ പ്ലസ് തീറ്റ. അപ്പൊ നമുക്ക് 8 MP തീറ്റ കിട്ടി. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇത് കിട്ടി W ഈസ് ഈക്വൽ ടു 4/3 MP എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ബീം മെക്കാനിസം ചെയ്തു, സ്വേ മെക്കാനിസം ചെയ്തു, കമ്പൈൻഡ് മെക്കാനിസം ചെയ്തു. അപ്പോൾ നമ്മുടെ കൊളാപ്സ് ലോഡ് ഫോർ ദ ഫ്രെയിം എന്താണ്? 4/3 MP. 4/3 MP. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ജസ്റ്റ് നോക്കിക്കോളാം. ഇത് ഫിക്സ്ഡ് സപ്പോർട്ടാണ്, ഇതൊരു ഹിഞ്ച് സപ്പോർട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.